തിരുവിഷ്ട മിനിസ്ട്രീസ് ഡെയിലി ബിഡിലേക്ക് സ്വാഗതം. 2020 നവംബർ 24. ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, കൃപയും സമാധാനവും നമ്മോടുകൂടെ. ഭൗമികതയുടെ അസ്ഥിരതയും സ്വർഗീയതയുടെ നിത്യതയും ക്രിസ്തു തൻ്റെ വാക്കുകളിലൂടെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. ഈ ഭൂമിയിൽ കാണുന്നവയെല്ലാം നശിക്കും. ഈ ഭൂമിയിലെ എല്ലാ ആശയങ്ങളും ഭൗമികമായ എല്ലാ കാഴ്ചപ്പാടുകളും അർത്ഥമില്ലാതെയാവും. ജെറുസലേം ദേവാലയം ഇസ്രായേലിനെ സംബന്ധിച്ച് തങ്ങളുടെ ദൈവത്തിൻ്റെ ആലയമാണ്. അവിടെയാണ് ദൈവം. രക്ഷയുടെ കേന്ദ്രമായി ദൈവാനുഭവത്തിൻ്റെ ഇടമായി കരുതിയിരുന്ന ഈ ദേവാലയം നശിക്കുമെന്ന് ക്രിസ്തു പറയും. 46 സംവത്സരം കൊണ്ട് നിർമ്മിച്ച ഏക പ്രതീക്ഷയും ആശ്രയവുമായിരുന്ന ഒരു ദേവാലയം തകരുന്നതിനെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ നിത്യതയിൽ നിലനിൽക്കുന്ന ഒരു ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് തങ്ങളെ വിളിക്കുകയാണെന്ന് യഹൂദർക്ക് മനസ്സിലായില്ല. തുടർന്ന് യേശു പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ഈ ആലയം നശിപ്പിക്കുക, 3 ദിവസം കൊണ്ട് ഞാനത് നിർമ്മിക്കും. എന്നേക്കും നിലനിൽക്കുന്ന ഒരു ദേവാലയം, എന്നേക്കും നിലനിൽക്കുന്ന ഒരു രാജ്യം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ് സുവിശേഷമെന്ന്. രാജ്യം രാജ്യത്തിനെതിരായി തിരിയും, ഭൗമികമായവയെല്ലാം നശിക്കും, ഒന്നും നിലനിൽക്കുന്നതല്ല എന്ന് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തും. അവിശ്വസനീയമായി ഈ കാര്യം കേൾക്കുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, ഇതെപ്പോഴാണ് സംഭവിക്കുക? യേശു ആ സമയത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. പലരും ഞാനാണ് എന്ന് പറഞ്ഞ് എൻ്റെ നാമത്തിൽ വരും. ഇന്നും പ്രവചനങ്ങൾ അനവധി നാം കേൾക്കുന്നുണ്ടല്ലോ. പ്രവാചകന്മാരെന്ന നിലയ്ക്ക് വരും. നിങ്ങളെ ആരും വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. യുദ്ധങ്ങളും കലാപങ്ങളും ഭീകര ദുരിതങ്ങളും ഉണ്ടാകും. ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ, ക്രിസ്തു തൻ്റെ ചരിത്ര ജീവിതകാലത്ത് കൂടെയുള്ളവരോട് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഭൗമികമായവ നിലനിൽപ്പില്ലാത്തവയാണ് എന്ന സത്യമാണ്. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഈ ഭൂമിയുടേതെന്ന മട്ടിലാണ് നാം ജീവിക്കുക. പ്രതീക്ഷകളെല്ലാം പുലർത്തുന്നത് ഭൂമിയെ സംബന്ധിച്ചാണ്. അത്തരമൊരു പ്രതീക്ഷയുടെ ഭാഗമായിട്ടാണ് ദേവാലയത്തെ പോലും നാം കാണുക. നിലനിൽക്കുന്നവയെല്ലാം കാണപ്പെടുന്നവയെല്ലാം നിലനിൽക്കുന്നവയാണ് എന്നൊരു ധാരണയുള്ളതുകൊണ്ട് ഈ ഭൂമിയിൽ നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഭൂമിയിൽ സ്ഥിരവാസമാക്കാമെന്ന് തെറ്റിദ്ധരിച്ച് നാം ഈ ഭൂമിക്ക് വേണ്ട, ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ്. ലഭിച്ച ജീവിതം ഒരു നിത്യതയെ കണക്കാക്കി ജീവിക്കാനാണെന്നും നാം ദൈവരാജ്യമാണെന്നും തിരിച്ചറിയാൻ കഴിയാതെ പോയി. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ നാം ദേവാലയമാണെന്നും ക്രിസ്തുവാണ് യഥാർത്ഥ ദേവാലയം, ആ ക്രിസ്തുവിലാണ് നാം ജീവിക്കുന്നതെന്നും തിരിച്ചറിഞ്ഞാൽ ഭൗമിക ജീവിതം അതിൻ്റെ പ്രയോഗ വഴിയിൽ വ്യത്യസ്തത പുലർത്താൻ തുടങ്ങും. ഭൗമികമായവയൊന്നും വേണ്ടെന്ന് വയ്ക്കുന്നതല്ല, അതിലൊന്നും ആശ്രയിക്കാത്ത, അതിലാണ് സമസ്തവുമെന്ന് തെറ്റിദ്ധരിക്കാത്ത, ഈ കാണുന്നവയൊക്കെ നിത്യതയുടെ പ്രകാശനങ്ങളാണ് എന്ന അർത്ഥത്തിൽ തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ പറ്റും. ഭൗമികമായവയെല്ലാം നിലനിൽക്കാത്തവയാണ് എന്ന് പറയുമ്പോൾ തന്നെ ഭൗമികമായവ ഇത്രത്തോളം സുന്ദരങ്ങളും ദൃഢവും ആശ്രയബോധം നൽകുന്നവയുമാണെങ്കിൽ നിത്യത എത്രത്തോളം പ്രധാനപ്പെട്ടതായിരിക്കും എന്നൊരു ബോധ്യത്തിലേക്കാണ് നാം വരേണ്ടത്. ഈ കാണുന്നവയൊക്കെ മനോഹരങ്ങളാണെങ്കിൽ യഥാർത്ഥത്തിൽ സത്യസ്വരൂപൻ്റെ സന്നിധാനം എത്ര മഹത്തായിരിക്കും, എത്ര മനോഹരമായിരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധാനത്തെ, നിത്യതയുടെ ജീവിതത്തെ പ്രകാശനം ചെയ്യുന്നവയാണ് ഭൗമികത എന്ന ഒരു ബോധ്യത്തിലാണ് നാം എത്തിച്ചേരേണ്ടത്. അവയിൽ ആശ്രയിക്കുകയല്ല, അവ നിഴൽ മാത്രമാണെന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നാം ജീവിക്കുന്ന ജീവിത ചുറ്റുപാടുകളിൽ ക്രിസ്തുബോധത്തോടെ ജീവിക്കുകയും ക്രിസ്തു നമ്മിൽ വസിക്കുന്നുവെന്ന പരമമായ യാഥാർത്ഥ്യം ഓർക്കുകയും അതോടൊപ്പം തന്നെ നാം ക്രിസ്തുവിലാണ് ചരിക്കുന്നതെന്ന ബോധ്യം നിലനിർത്തുകയും ചെയ്താൽ ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങളെ നമുക്ക്
ഈ നിത്യതയുമായി കൂട്ടിയിണക്കാൻ കഴിയും, നിത്യതയെന്ന സത്യവുമായി കൂട്ടിയിണക്കാൻ കഴിയും. ഏറ്റവും പ്രിയപ്പെട്ടവരെ, അപ്രകാരം ഒരു ജീവിതം നയിക്കാനാണ് നാം ക്രിസ്തുവിൽ വിളിക്കപ്പെട്ടിട്ടുള്ളത്. വെളിപാട് പുസ്തകം ഭൗമികമായവയെ സ്വീകരിക്കുന്നൊരു ദൈവത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു കൊയ്ത്തുകാലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതത്തിൽ ഈ ഭൗമിക വസ്തുക്കളല്ല, പ്രവൃത്തികളാണ് യഥാർത്ഥത്തിൽ ഫലം പുറപ്പെടുവിക്കുന്നവയായിട്ട് നിലനിൽക്കുക. രണ്ട് തരത്തിലുള്ള അരിവാളുകൾ പേർന്ന രണ്ട് ദൂതന്മാർ, ഒന്ന് മേഘത്തിന്മേലിരിക്കുന്ന ദൂതൻ, വേറൊന്ന് അഗ്നിയുടെ മേലിരിക്കുന്ന ദൂതൻ. ഈ ദൂതന്മാരെ നമുക്ക് പരിചയമുണ്ട്. എവിടെ വെച്ചാണ്? അഗ്നിസ്തംഭവും മേഘസ്തംഭവും. ഈ രണ്ട് സ്തംഭങ്ങളാണ്. അപ്പോൾ അഗ്നിയിലിരിക്കുന്ന ദൂതനും ഈ മേഘത്തിലിരിക്കുന്ന ദൂതനും അരിവാൾ ഭൂമിയിലേക്ക് എറിയുമ്പോൾ അത് കൊയ്ത്ത് നടക്കുകയാണ്, അത് വിളവ് കൊയ്യുകയാണ്, മുന്തിരിയുടെ ഫലം ശേഖരിക്കുകയാണ്. നമ്മുടെ ജീവിത പ്രവർത്തന ഫലങ്ങളുടെ ഈ സ്വീകരണം ദൈവം നടത്തും. അതുകൊണ്ട് ഭൗമികമായ വസ്തുക്കളിലല്ല, ആ വസ്തുക്കൾ നിലനിൽക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ വസ്തുക്കൾ ഉണ്ടാകാൻ വേണ്ടി ഈ പറഞ്ഞ ഭൗമികതയെ നിലനിർത്താൻ വേണ്ടി നാം പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ ഫലപ്രാപ്തിയിലേക്ക് പ്രവേശിക്കുക. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ, നാം പടുത്തുയർത്തുന്ന രാജ്യം, നാം പടുത്തുയർത്തുന്ന ലോകക്രമങ്ങൾ, അവയൊക്കെ ഒരു ആന്തരിക ഫലം പുറപ്പെടുവിക്കുന്നുണ്ട്. ക്രിസ്തുവിലാണെങ്കിൽ അവയെല്ലാം ഫലപ്രാപ്തിയാണ്. അവയെല്ലാം കൊയ്യുന്നൊരു സമയം വരും, ഒരു കൊയ്ത്തിൻ്റെ സമയമുണ്ടെന്ന് ഓർക്കണം. പ്രത്യേകിച്ച് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് തന്നെയാണ്, ഒരു കാലം വരാനിരിക്കുന്നു, അത് ഒരു ഫലമെടുപ്പിൻ്റെ ഒരു കാലമാണ്. ആ കാലത്തിലേക്ക് നാം നമ്മെ തന്നെ ഒരുക്കേണ്ടതുണ്ട് എന്ന് വചനം ഓർമ്മിപ്പിക്കുകയാണ്. സങ്കീർത്തകൻ പറയുകയാണ്, അവിടുന്ന് ലോകത്തെ വിധിക്കാൻ വരുന്നു, ലോകത്തിൻ്റെ മേൽ വിജയം വരിക്കേണ്ടതുണ്ട്. നാം ലോകത്തെ വിധിക്കാൻ വരുന്നവൻ സുസ്ഥാപിതമായ ഒരു രാജ്യത്തിൻ്റെ അധിപനാണ്. സുസ്ഥാപിതമായിരിക്കും ദൈവത്തിൻ്റെ രാജ്യം, നിലനിൽക്കുന്ന രാജ്യമാണ് നിത്യത. ആ നിത്യതയെ ലക്ഷ്യം വയ്ക്കുന്ന പ്രവൃത്തിയായിട്ട് ജീവിതത്തിൻ്റെ എല്ലാ സാധാരണ പ്രവൃത്തികളെയും മാറ്റാൻ നമുക്ക് കഴിയണം. നാം ചെയ്യുന്ന പ്രവൃത്തികൾക്കകത്തൊക്കെ തന്നെ ഈ നിത്യതയുമായി ബന്ധപ്പെട്ട് അത് പൂർത്തീകരിക്കുക, അല്ലെങ്കിൽ ആ നിത്യതയുമായി ബന്ധപ്പെട്ട ഒരു ബോധ്യത്തോടെ, ഒരു നിലപാടോടെ അവ അനുഷ്ഠിക്കാനായി പ്രവർത്തിക്കാനായിട്ട് ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. നമ്മൾ സാമാന്യഗതിയിൽ ഭക്ഷണം കഴിക്കുന്നു. വളരെ സിമ്പിളായിട്ട് ആലോചിക്കാവുന്ന കാര്യമാണ് ഭക്ഷണം കഴിക്കുന്നത്. രണ്ട് തരത്തിൽ കഴിക്കാം. ലോക അരൂപിക്കനുസരിച്ച് ഭക്ഷണം കഴിക്കാം, ദൈവാരൂപിക്കനുസരിച്ചും ഭക്ഷണം കഴിക്കാം, അല്ലെങ്കിൽ നിത്യതയുമായി ബന്ധപ്പെട്ട ഒരു വീക്ഷണത്തോടെയും ഭക്ഷണം കഴിക്കാം. ഭക്ഷണം നിത്യതയുമായി ബന്ധപ്പെട്ട ഒന്നാകുമ്പോൾ അത് വിശപ്പിനുള്ളതായിട്ട് മാറും, അല്ലെങ്കിൽ ജീവൻ നിലനിർത്താനുള്ളതായിട്ട് മാറും. ലോകത്തിന് അനുസരിച്ചായി മാറുമ്പോൾ അത് രുചിക്കും സുഖത്തിനും പ്രധാനമായിട്ട് മാറും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം സ്വീകരിക്കുന്ന ഏത് സാഹചര്യം, വസ്ത്രമായാലും ഭക്ഷണമായാലും പാർപ്പിടമായാലും, അവയൊക്കെ ഈ ഒരു കരുതലുള്ള കാര്യം നമുക്ക് കാണാൻ പറ്റും. രണ്ട് തരത്തിലത് ഉപയോഗിക്കാൻ പറ്റും, ആവശ്യത്തിനും ആർഭാടത്തിനും. വേറൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭക്ഷണമാകട്ടെ ജീവിത സൗകര്യങ്ങളാകട്ടെ അവനവന് വേണ്ടി എന്ന് ചിന്തിക്കുന്നതിൻ്റെ ഒരു പ്രായോഗികമായ പോരായ്മയും, ഒപ്പം തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് എന്ന് ചിന്തിക്കുമ്പോൾ നിത്യതയുമായി അത് ബന്ധപ്പെടുന്നതും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം ബോധ്യത്തോടെ ജീവിത പ്രവർത്തന വഴികളെ വിശുദ്ധീകരിക്കാനാണ് കർത്താവ് നമ്മെ അയച്ചിട്ടുള്ളത്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങൾക്കകത്തും എങ്ങനെ നിത്യതയെ പ്രമാണിക്കുന്ന, അല്ലെങ്കിൽ ലൗകിക താല്പര്യങ്ങളെ ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിനേക്കാൾ ഉപരിയായി ദൈവത്തെ മാനിക്കുന്ന, ദൈവരാജ്യത്തിൻ്റെ സുസ്ഥിരതയെ മാനിക്കുന്നവരായിട്ട് ജീവിക്കാൻ കഴിയുമെന്നാണ് വചനം എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുക. നമ്മുടെ ജീവിത പ്രവർത്തന വഴികളെ പരിശോധിക്കാം. അവയിൽ വന്നു പോയിട്ടുള്ള കുറവുകൾ, ഇങ്ങനെ ലോകരാജ്യത്തിൻ്റെതാണെന്ന മട്ടിൽ ജീവിച്ചു പോയതും ഈ നിലനിൽക്കുന്ന ഈ സാഹചര്യങ്ങളൊക്കെ നിത്യമായി നിലനിൽക്കുന്നവയാണെന്ന് തെറ്റിദ്ധരിച്ച് അവയുടെ പുറകെ പാഞ്ഞിട്ടുള്ളതും ഒക്കെ ഓർത്ത് അനുദപിക്കാം. ദൈവസന്നിധിയിലേക്ക് നമ്മെ തന്നെ ചേർത്ത് വയ്ക്കാം. ബലിയായി നമ്മെ സമർപ്പിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.